ഒരുപാട് ദുഃഖം അനുഭവിച്ച സ്ത്രീയാണ്. ജാനകിയമ്മയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം പിന്തുണ നൽകിയത് അവരുടെ ഭർത്താവ് പ്രസാദായിരുന്നു. പ്രസാദൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. പ്രസാദ് നല്ലൊരു മനുഷ്യൻ, അഭ്യുദയകാംക്ഷിയാണ്. ഈ ഭാര്യ പാടുന്നു എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഗാനം എന്ന സിനിമയിൽ പാട്ടെടുക്കുമ്പോൾ അത് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രസിദ്ധമായ അതിനകത്ത് പാട്ടുണ്ട്. പിന്നെ ആലാപനം എന്ന അയക്കുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ജാനകിയമ്മയും യേശുദാസും കൂടെ പാടുമ്പോൾ ജാനകിയമ്മ വരാൻ കുറച്ച് വൈകി. അപ്പം ഞാൻ കുറച്ച് കൃത്യനിഷ്ഠ ഉള്ള ആളാണെന്ന് അറിയാം. അതുകൊണ്ട് ഇവർ ഓടിക്കഴിഞ്ഞ് ആഹാരം കഴിക്കാതെ ഓടി വന്നു, അകത്ത് കയറി വന്നു. അപ്പോൾ ആഹാരം കഴിച്ചത് ഞാൻ അറിയുന്നില്ല. അപ്പോൾ യേശുദാസ് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പാട്ട് അന്നൊക്കെ രണ്ടുപേരും ചേർന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, ഇപ്പോഴത്തെ പോലെയല്ല, രണ്ടുപേരും ചേർന്നാണ് പാടുന്നത്. അപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്ന് പ്രസാദ് ജാനകിയമ്മയുടെ ഭർത്താവ് പറഞ്ഞു, തമ്പി സാർ മന്നിച്ചിരുങ്ങോ, ഞാൻ ഉള്ളിൽ പോയി എന്ത് കോഫി കൊടുക്കലാമോ, ജാനകിയൊന്ന് ശാപ്പടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശാപ്പടില്ല. അപ്പോൾ 3-3:30 മണിയാണ് ഉച്ചയ്ക്ക്. ഞാൻ ഇല്ല, പോയി ഊണ് കഴിച്ചു. ഞാനകത്ത് പോയി ഊണ് കഴിച്ചിട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല. ഇല്ലില്ല, ഞാൻ 2 മണി കാശിട്ട് ഞാൻ പാടിയിട്ട് ശാപ്പിടുക എന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് അവരുടെ ക്യാരക്ടർ. അവരെ പാട്ട് ആലാപനം എന്ന പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാണ് ഊണ് കഴിക്കാൻ പോയത്. പിന്നെ അവർക്ക് ഒരു മകനേ ഉള്ളായിരുന്നു. ഈ നമ്മുടെ ഡോക്ടർ ബാലമുരളീകൃഷ്ണ എന്ന വലിയ സംഗീതജ്ഞനോടുള്ള ആരാധന കാരണം മകൻ ആ പേരായിട്ടത് മുരളി എന്ന് വിളിക്കും. ആ മുരളി എന്തായി തീരണമെന്ന് അമ്മ ആഗ്രഹിച്ചു, അതൊന്നും ആയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം അവർക്കുണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ വിധി എന്ന് പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുരളി മരിച്ചു. അങ്ങനെ പ്രസാദ് മരിച്ചപ്പോൾ തന്നെ ജാനകിയമ്മയുടെ പകുതി ധൈര്യം പോയി. അവർക്ക് പിന്നെ ജീവിതത്തോട് തന്നെ പിന്നെ പൊട്ടുപെടാതായി. അത് ജാനകിയമ്മയുടെ നെറ്റിയിൽ ഒരു വലിയ പൊട്ടുണ്ട്, മറക്കാനൊക്കെയില്ല. ആ പൊട്ട് അവർ മായ്ച്ചു കളഞ്ഞു. പിന്നെ അവർ പാടും, വന്ന് സംസാരിക്കും, പാടും വെച്ചാൽ അവർ ദുഃഖിതരായിരുന്നു. ഇപ്പോൾ മകൻ കൂടെ പോയതോടുകൂടി അവരുടെ ജീവിതത്തിൽ ശരിക്കും ഇരുട്ടായി. എനിക്ക് വളരെ ദുഃഖമുള്ളതെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു എനിക്ക് ഹൈദരാബാദിൽ പോയെന്ന് കാരണമെന്ന്. പക്ഷേ തെറ്റായിപ്പോയി. നമ്മൾ ചില കാര്യങ്ങൾ നീട്ടിവെക്കാൻ പാടില്ല എന്നുള്ള പാഠമാണ് ഞാൻ പഠിക്കുന്നത്. ഏതായാലും ഞാൻ മൂത്ത സഹോദരിയായി കരുതുന്ന, എന്നെ അനിയനെ പോലെ സ്നേഹിച്ച ജാനകിയമ്മയ്ക്ക് ഞാൻ ഒരു മോക്ഷം കിട്ടട്ടെ. അവർക്ക് സംഗീത ലോകത്ത് സംഗീതത്തിൻ്റെ അപാരതയിൽ അവരുടെ ആത്മാവ് പറക്കട്ടെ.